അപ്പോൾ നമ്മുടെ ഫാറ്റ് ലോസിൻ്റെ ഫസ്റ്റ് ഘട്ടമായ വർക്കൗട്ടിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സപ്ലിമെൻറ്റിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. സപ്ലിമെൻറ്റുകൾ എന്തൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് രാവിലെ എണീറ്റുടൻ തന്നെ നമുക്ക് വേണ്ടി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനും ഒരു ഗ്ലൂട്ടാമിനുമാണ് നമുക്ക് വെറും വയറ്റിൽ കഴിക്കാനുള്ളത്. അപ്പോൾ അത് ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഷേക്കറിലിട്ട് നന്നായിട്ട് ഫസ്റ്റിൽ അത് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഫാറ്റ് ബർണറിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്, ഒരു ക്ലെൻ പെട്രോളും ഉണ്ട്, ഒരു ക്ലെന്നും അടിക്കാണ്ട് ടാബ്ലറ്റാണ്. അപ്പോൾ അത് നമ്മളെ ഫാറ്റൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ആ 2 ടാബ്ലറ്റ് കുടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വർക്കൗട്ടിന് വേണ്ടി പോകുന്നത്. പറ്റുമെങ്കിൽ ഒരു കോഫിയും കൂടെ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ കോഫി കുടിക്കില്ല. എനിക്ക് ഹെവി വർക്കൗട്ടൊക്കെ വരുന്ന സമയത്ത്, ലെഗിനുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കോഫി കുടിച്ചിട്ടാണ് പോവുക. അല്ലാത്ത സമയത്ത് ഞാൻ കോഫി കുടിക്കാറില്ല. രാവിലെ തന്നെ കൂടെ റെഡിയാക്കാൻ നമുക്ക് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കോഫി കുടിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ വർക്കൗട്ട് ഒരു 1.5 hour 2 hour വരെയൊക്കെ വർക്കൗട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ടാബ്ലറ്റും കൂടെ കഴിക്കാണ്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ തന്നെ, മസിൽ ബിൽഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ഇതിലാണ്. അപ്പോൾ നമ്മൾ ഈ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മസിൽ ലോസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഒരു 3 hour ലേറ്റർ നമ്മൾ ലഞ്ച് കഴിക്കുന്നുണ്ട്. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ടാബ്ലറ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആ ടാബ്ലറ്റും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ വർക്കൗട്ട് പോണതിൻ്റെ മുന്നേ ആയിട്ട് വീണ്ടും ഒരു ഫാറ്റ് ബർണറും ഒരു ടാബ്ലറ്റും കൂടെ കഴിക്കുന്നുണ്ട്. T3 അങ്ങനെ ടാബ്ലറ്റ് ഉണ്ട്, അങ്ങനെ അതും കഴിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് നമുക്കൊരു 5-6 വർഷം ടൈമിൽ നമുക്ക് ഫുഡ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം, വർക്കൗട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനും ഒരു ഗ്ലൂട്ടാമിൻ്റെ ഒരു സ്കൂപ്പും കൂട്ടിയിട്ട് നൈറ്റിൽ ഫുഡെല്ലാം നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ സപ്ലിമെൻറ്റും കാര്യങ്ങളും വരുന്നത്. ഇനി സപ്ലിമെൻറ്റ് ഇതിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. പിന്നെ വർക്കൗട്ടിൻ്റെ ഇടയിൽ നമ്മൾ കുടിക്കുന്നത് മറ്റേ എന്താ പറയുക, BCAA കഴിക്കുന്നുണ്ട് വർക്കൗട്ടിൻ്റെ ഇടയിൽ, റിക്കവറിക്കൊക്കെ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട്. കാരണം 2 ടൈം വർക്കൗട്ടല്ല, അപ്പോൾ നമുക്ക് റിക്കവറിയൊക്കെ ഒന്ന് ഫാസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്ലിമെൻ്റ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലിമെൻ്റ് ഇതൊക്കെയാണ്. പിന്നെ വിറ്റാമിൻ ടാബ്ലറ്റിൽ അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിഷ് ഓയിൽ, അതേപോലെ തന്നെ മൾട്ടി വിറ്റാമിൻ, ഒരു കാൽസ്യം ടാബ്ലറ്റ് ഉണ്ട്, ഇവിയോൺ ഉണ്ട്. അതൊക്കെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് കുറച്ച് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള, ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടാബ്ലറ്റുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബോസ് കറക്റ്റ് ലെവലിലുള്ള സാധനങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത് കോച്ച്. അപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള പ്രോട്ടീൻ ഹബ്ബിൽ നിന്നാണ്, റോയൽ പ്രോട്ടീൻ ഹബ്ബിൽ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഗ്ലൂട്ടാമിനും വേ പ്രോട്ടീനൊക്കെ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഫാറ്റ് ലോസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും ഫാറ്റ് ലോസ് ചെയ്ത് നോക്കണം. നമ്മളെ നേരത്തെ പറഞ്ഞ ആ പാക്കുകൾ എത്ര പാക്ക് നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ 1 week ആയിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാ വെയിൻസൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഫുഡിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ഫുഡിൻ്റെ എല്ലാം ഫുഡിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം.